ഞാനിപ്പോൾ ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ, സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അരിഞ്ഞതിന് ശേഷം അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള ആദ്യം ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക്. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകൊക്കെ ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു മിക്സാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി ഉടച്ചെടുക്കാം. നല്ല രീതിയിൽ നിങ്ങൾ പ്രഷർ കൊടുത്തിട്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം. 1-ാം പാലും 2-ാം പാലും വേണം. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാലും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലുമാണ് നമ്മൾ മിക്സിയിലടിച്ച് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചാറിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. എന്നിട്ട് 2-ാം പാല് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലല്ല 2-ാം പാല് കേട്ടോ ഓക്കണേ. എന്നിട്ട് 2-ാം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1-ാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. തേങ്ങാപ്പാൽ അയച്ചിട്ടുള്ള കറി ആയതുകൊണ്ടിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് പച്ചമുളകും വേപ്പിലയും സവാളയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് താളിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇന്നൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മാങ്ങാക്കറി ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. ഈ ഒരു കറി മാത്രം മതി. പെർഫെക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.